അപ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വന്നിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ 2018 മോഡൽ ഇന്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 12 സീറ്റ് ആയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Oh, did you cry when I found you in the night? Staying up till 5 a.m. Told me you and him were friends. Woke up in a burning home. Blame myself, I should have known. To stay in a place, sealed our fate, buried in the catacombs. Setting fire to the life we made. Such a fucking waste of time. Said you love me till my heart decays. Guess my darling changed her mind. And talks my heart online. Too afraid to find that you changed your mind from sleepless nights. Was I part of your design? Push me till I broke alone. No one heard my heart explode. It's a suicide dive, just knew when you die and question everything you know. Setting fire to the life we made. Such a fucking waste of time. Said you love me till my heart decays. Guess my darling changed her mind. And talks my heart online. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയിൽ വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് A to Z എന്നുള്ള കണ്ടീഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റ് വാഹനമായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാസർഗോഡാണ് ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റീരിയലാണെങ്കിലും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ആണെങ്കിലും A to Z എന്നുള്ള കണ്ടീഷനിലാണ് ഈ ഒരു വണ്ടി നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ ഭാഗത്ത് വർക്കുകൾ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കണ്ടീഷനിൽ വിട്ടിട്ട് എല്ലാ ഭാഗങ്ങളും, അതായത് കാലിയർ, അതേമാതിരി റെയിൻ ഗാർഡ്, സൺസൈഡ്, അതേപോലത്തെ സ്കേട്ടിങ് കാര്യങ്ങൾ ഫുൾ ലോഡായിട്ട് പണിതിട്ടുണ്ട്. ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദിയടിക്കാനാണ് നമുക്ക് ഈ ഒരു വണ്ടി വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കണ്ടീഷനിലാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിക്സൽ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്ലാസ് ടൈപ്പാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഗ്ലാസ് ടൈപ്പ് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റ് ആണെന്നുണ്ടെങ്കിലും റെക്സിൻ ടൈപ്പ് സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് സിസ്റ്റം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സോണിയുടെ സെറ്റും അതേമാതിരി തന്നെ പൈനിയറിൻ്റെ 4 സ്പീക്കർ, അതുമാതിരി തന്നെ JBLൻ്റെ സബ് വൂഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വണ്ടിയുടെ ഇൻസൈഡ് സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ പക്ക നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഔട്ട് സൈഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് സ്റ്റിക്കർ വർക്ക്, പെയിൻറ്റിംഗ് ആണ് ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
പെയിൻറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മിറർ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഒരു വണ്ടി പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയുള്ള കാരണം കൊണ്ടാണ് ഒരു മൂടൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റണത്. ഇപ്പോൾ ഈ ഒരു വണ്ടി കാസർഗോഡ് ഭാഗത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു വണ്ടി കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ സൈഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് കാലിയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റെയിൻ ഗാർഡ് കാലിയറിനാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കിൽ തന്നെയാണ് ഈ ഒരു വണ്ടി സ്റ്റിക്കർ വർക്ക് ആണെങ്കിലും ഫുൾ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ BS6 മിറർ, അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ബോഡി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പക്ക വൈറ്റ് കളറായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് അഡീഷണൽ ആയിട്ട് കൊടുത്തേണ്ട കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്കും ഗ്രേ ആണ്. പിന്നെ സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ അതേമാതിരി തന്നെ ഒരു ഹമ്പിളായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഷോപ്പിലത്തെ. ചെറിയ വ്യത്യാസങ്ങളുള്ള ഇതിൻ്റെ ചെറിയ വേരിയേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു വണ്ടിയിലും ചെയ്തായിരുന്നു. പക്ഷേ കളർ കോഡും അതേമാതിരി തന്നെ ഡിസൈനിൽ ചെറിയ വ്യത്യാസങ്ങൾ ഈ ഒരു വണ്ടിമേ നിലവിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ അഡീഷണൽ കളർ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. Let me show you devotion. Let me light you up. I just wanna show you that I'm so loyal. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ബാക്ക് സൈഡിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിയറിന്മേൽ തന്നെ 3 ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അഡീഷണൽ കളർ നേരത്തെ പറഞ്ഞോളം തന്നെ അഡീഷണൽ കളർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഒരുപാട് വണ്ടികൾക്ക് ബാക്കിൽ റെയിൻ ഗാർഡ് കാര്യങ്ങളൊന്നും വെക്കാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വേറൊരു ലുക്കായിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ നിർത്താറുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ റെയിൻ ഗാർഡ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബാക്കിൽ റെയിൻ ഗാർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പിനി സ്റ്റാൻഡ് അതേമാതിരി തന്നെ സ്റ്റെപ്പിനി കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ SS-ൻ്റെ ലാഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പർമേ ആണെന്നുണ്ടെങ്കിലും ബമ്പർമേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ കറക്റ്റായിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബമ്പർമേ മുകളിൽ അലുമിനിയം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ബാക്കിൽ ഡിക്കി സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം സീറ്റ് ഹൈറ്റ് കൂട്ടിയിട്ട് ഡിക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സബിൻ്റെ ആണെന്നുണ്ടെങ്കിലും സബിന് ക്ലാമ്പ് സെപ്പറേറ്റ് വെച്ചിട്ടാണ് ചെയ്തു തരണേ. അപ്പോൾ ഒരുപാട് ലഗേജ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിനകത്ത് കയറ്റുന്ന സമയത്ത് കുറേ വണ്ടികളിൽ ഇങ്ങനെ പെയിൻറ്റ് പോണ പ്രശ്നങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടികളിലൊക്കെ ആ ഒരു അലുമിനിയത്തിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു വണ്ടികൾ കണ്ടതിന് ശേഷമാണ് ഈ ഒരു പാർട്ടി നമ്മുടെ അടുത്ത് അതൊന്ന് ചെയ്തു തരുമെന്ന് വെച്ചു. അങ്ങനെ അതും നമ്മൾ ഇതിനകത്ത് അഡീഷണലായിട്ട് ഒറ്റ വണ്ടിയിലും ചെയ്യാത്തൊരു കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൈലൈറ്റ് ആയിട്ട് സിമ്പിളായിട്ടാണ് ഈ ഒരു വണ്ടിയിലെ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മൾ ബാക്കിൽ വരുത്തിയാണ് മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.